ആദായനികുതിയിൽ വമ്പൻ ഇളവുകൾ പ്രഖ്യാപിച്ചുവെങ്കിലും ഓഹരി വിപണിക്ക് ബജറ്റ് ഒട്ടും ആവേശം നൽകിയില്ല. സെൻസെക്സും നിഫ്റ്റിയും നഷ്ടത്തിലാണ് ബജറ്റ് ദിനത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. അടിസ്ഥാന സൗകര്യ മേഖലയിലടക്കം വമ്പൻ പദ്ധതികളുണ്ടാകുമെന്ന വിപണിയുടെ പ്രതീക്ഷ പാളിയതാണ് തിരിച്ചടിക്ക് കാരണം. ശനിയാഴ്ചത്തെ അവധി ദിവസം മാറ്റിവെച്ചാണ് ഓഹരി വിപണി ബജറ്റ് ദിനത്തിൽ പ്രവർത്തിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും തൊഴിലവസരം കൂട്ടുവാനും വമ്പൻ പദ്ധതികൾ ബജറ്റിലുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിപണി. നിലവിലെ വളർച്ചാ നിരക്കിലെ കുറവും വിലക്കയറ്റവും നേരിടാൻ പര്യാപ്തമായ വലിയ പ്രഖ്യാപനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു വിപണി. എന്നാൽ പകരം വന്നത് ആദായനികുതി മേഖലയിലെ ഇളവ്. ആദായനികുതി കുറയുന്നതും ആളുകൾക്ക് കൂടുതൽ പണം ചിലവഴിക്കാൻ ലഭിക്കുന്നതും സാമ്പത്തിക രംഗത്ത് ഉണർവുണ്ടാക്കുമെങ്കിലും വിപണിക്ക് ഈ തീരുമാനം വലിയ ആവേശം പകർന്നില്ല. കൺസ്യൂമർ വിഭാഗത്തിലെ പ്രധാന ഓഹരികളിൽ നേട്ടമുണ്ടായതൊഴിച്ചാൽ വിപണിക്ക് കുതിപ്പ് നൽകുവാൻ ബജറ്റ് പ്രഖ്യാപനത്തിന് ആയില്ല. ബജറ്റ് നേരിട്ട് സ്വാധീനിച്ച മേഖലകളിൽ മാത്രമായിരുന്നു മുന്നേറ്റം. നികുതി ഇളവിലൂടെ ലഭിക്കുന്ന പണം പൊതുവിപണിയിലേക്ക് തന്നെ എത്തുമെന്ന പ്രതീക്ഷയിൽ ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ കൺസ്യൂമർ വിഭാഗം ഓഹരികളിൽ നേട്ടമുണ്ടായി. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിച്ചത് SBI ലൈഫ്, HDFC ലൈഫ് തുടങ്ങിയ ഇൻഷുറൻസ് കമ്പനി ഓഹരികളിലും കുതിപ്പുണ്ടാക്കി. ടെക്സ്റ്റൈൽ, ഫാർമസ്യൂട്ടിക്കൽ, ഗ്രീൻ എനർജി വിഭാഗം ഓഹരികളിലും ബജറ്റ് പ്രഖ്യാപനങ്ങളെ തുടർന്ന് മുന്നേറ്റമുണ്ടായി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ കളിപ്പാട്ട നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കുമെന്ന പ്രഖ്യാപനവും വിപണിയെ സ്വാധീനിച്ചില്ല. ക്യാപിറ്റൽ ഗുഡ്സ്, പവർ, IT എന്നീ വിഭാഗം ഓഹരികൾ നഷ്ടത്തിലായിരുന്നു. പൊതുമേഖലാ കമ്പനികളുടെ ഓഹരികളും താഴോട്ടുപോയി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.